ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണിത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിനോടൊപ്പം ഒരു പൊട്ടറ്റോ കുറുമയുടെ റെസിപ്പി കൂടി ചെയ്യുന്നുണ്ട്. ഇത് കുക്കറിലാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അതുപോലെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ 250 ml കപ്പിൻ്റെ മെഷറിംഗ് കപ്പിലാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ചേരുവകളും ആ കപ്പിൽ തന്നെ അളന്നെടുത്താൽ മതി. അതുപോലെ ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഗ്ലാസ്സിലെടുത്താലും മതിയാകും. ഇനി ഈ അരി ഒരു 4-5 തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് 3 മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് വെക്കുക. കൂടുതൽ സമയം വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇതിലേക്ക് അരയ്ക്കാനായിട്ട് ഞാനിവിടെ അവിലാണ് എടുത്തിരിക്കുന്നത്. ചോറില്ല എന്നുണ്ടെങ്കിൽ അവിലെടുക്കുക. അപ്പോൾ അത് കഴുകിയതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ചതൊന്ന് കുതിർക്കാനായിട്ട് വെച്ചാൽ മതി. അരിയൊക്കെ അരയ്ക്കുന്നതിന് ഒരു 5-10 മിനിറ്റ് മുന്നേ ഇത് ചെയ്താൽ മതിയാട്ടോ. കാരണം ആ ഒരു ടൈം മതിയാകും അവലൊന്ന് കുതിർന്ന് വരാനായിട്ട്. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ അത് കുതിർന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ അരിയെല്ലാം ഇവിടെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കാം. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ മിക്സിയുടെ വലുപ്പത്തിനനുസരിച്ച് അരി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 3 സ്പൂൺ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടി പോകരുത് കേട്ടോ, കാരണം അതിൻ്റെ ആ ഒരു നിൽക്കത്തക്ക രീതിയിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. അതല്ലെന്നുണ്ടെങ്കിൽ അത് അരച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുതിർത്ത് വെച്ചിരുന്ന അവൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഇട്ട് അരയ്ക്കുന്നത്. അവലെടുത്ത് അതേ അളവിൽ തന്നെ തേങ്ങയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൽ കുതിർന്ന് വരുമ്പോൾ ഏകദേശം അരക്കപ്പോളം ഉണ്ട്. അപ്പോൾ അരക്കപ്പോളം ഞാൻ തേങ്ങയും എടുത്തിട്ടുണ്ട്. തേങ്ങയും ചേർത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അതുപോലെ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് അരയ്ക്കുമ്പോൾ നിങ്ങളത് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക കേട്ടോ. 1-2 ഇൻഗ്രീഡിയൻ്റ് കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ബാക്കിയൊന്ന് തേങ്ങയും ബാക്കിയുള്ള അവലും കൂടെ ചേർത്ത് അരയ്ക്കാം. നിങ്ങൾക്ക് ഒരുമിച്ചിട്ട് അരയ്ക്കാവുന്നതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ചെറിയ ജാറായതുകൊണ്ടാണ് ഞാൻ 2ആയിട്ടിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഈസ്റ്റാണ്. അപ്പോൾ നമ്മൾ 8 മണിക്കൂറൊക്കെ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഈസ്റ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. നല്ല ചൂടൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ. അതല്ല 1 മണിക്കൂറിനുള്ളിലൊക്കെ തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1/2 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. അതിൻ്റെ കൂടെ തന്നെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അലിയിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈസ്റ്റ് ചേർത്തതിന് ശേഷം മാവ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ജസ്റ്റ് ഒന്ന് കറക്കാനേ പാടുള്ളൂ, ഓവറായിട്ടിട്ട് അടിക്കരുത്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മാവ് ചേർത്തതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയുടെ മിക്സ് അതിലേക്ക് ചേർത്താലും മതിയാകും. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം നന്നായിട്ട് തന്നെ യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് ലൂസാകാനും പാടില്ല, അതുപോലെ ടൈറ്റ് ആകാനും പാടില്ല. തിക്കായി കഴിഞ്ഞാൽ നമുക്ക് അല്പം വെള്ളം ചേർക്കാം, പക്ഷേ ലൂസായി പോകരുത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, മാവ് നന്നായിട്ട് തന്നെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രാത്രിയിൽ ഞാനിതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇനിയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഉപ്പ് ചേർത്തിട്ട് 1/2 മണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞിട്ടാണ് അപ്പം ചുടുന്നതെങ്കിൽ കുറച്ചുകൂടി നല്ല സോഫ്റ്റായിട്ട് നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ അങ്ങനെ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആ ഒരു ടൈമിൽ നമുക്ക് കറി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ കറി തയ്യാറാക്കാൻ ഞാനിവിടെ കുക്കറിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് അധികം ടൈമൊന്നും എടുക്കത്തില്ല. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ. നല്ല ഈസി ആയിട്ടുള്ളൊരു കറി കൂടിയാണ്. അപ്പോൾ അപ്പച്ചട്ടിയിലേക്ക് ഞാനിവിടെ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാവൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാടങ്ങ് മാവ് കൂടുതലായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ആ സെൻറ്റർ പോർഷനിൽ ഒരുപാടങ്ങ് തിക്കായി പോകും. പിന്നെ അത് ഓരോ അപ്പച്ചട്ടിയുടെയും കുഴിവിനനുസരിച്ചിരിക്കും, അതനുസരിച്ച് നിങ്ങൾ മാവ് ഒഴിച്ച് കൊടുക്കുക. ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു ഹോൾസൊക്കെ വരും. അടച്ച് വെച്ച് അത് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. അപ്പോൾ നല്ല ഈ ഒരു രീതിയിൽ ആയി കിട്ടും. നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് അല്പം ഒന്ന് മൊരിയിച്ചെടുത്താൽ മതിയാകും. അതല്ലെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ടാണ് സൈഡൊക്കെ വേണ്ടതെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ ഇത് സോഫ്റ്റായിട്ട് തന്നെ എടുക്കുന്ന അപ്പം ഉടൻ തന്നെ കാസറോളിലൊക്കെ ഇട്ട് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും.
അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കറി തയ്യാറാക്കാം. ഞാനിവിടെ വെളുത്തുള്ളിയും ഒരു 7-8 ചെറിയ ഉള്ളിയും ഒരു വലിയ സവോളയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കാം. നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ അതിനനുസരിച്ച് എടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ എടുക്കാവുന്നതാണ്. അതിലേക്ക് ഈ വെളുത്തുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ടേസ്റ്റ് കേട്ടോ. ഈ കുറുമയൊക്കെ തയ്യാറാക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ്. അപ്പോൾ ഇനി അതിൻ്റെ ഒരു കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയും സവാളയും കൂടെ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കത് പെട്ടെന്ന് തന്നെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു അല്പം പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു സ്മെല്ല് മാറണം കേട്ടോ. അതിനുശേഷം മാത്രമേ അതിനകത്ത് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാവൂ. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് കുക്കറിലും കൂടെ വേവിക്കുന്നത് കൊണ്ട് അതിൻ്റെ ആ ഒരു മഞ്ഞളിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു ടൈമിൽ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നിന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പം മഞ്ഞൾപ്പൊടിയും നന്നായിട്ടൊന്ന് മൂത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങും ഒന്ന് നന്നായിട്ടൊന്ന് മൂത്തിട്ട്, അപ്പോൾ ഒന്ന് മുരിഞ്ഞ് കിട്ടുന്ന ഒരു ഇത് ആയിക്കഴിഞ്ഞാൽ ഒരുപാടങ്ങ് വെന്ത് ഉടയത്തില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് വെന്ത് കിട്ടാനായിട്ട് ആവശ്യമുള്ള വെള്ളം മതിയാകും. ഈ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പട്ടയും 2 ഗ്രാമ്പുവും 2 ഏലക്കയും എടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഏലക്കയുടെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കാം കേട്ടോ. ചിലർക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടം ഉണ്ടാവത്തില്ല. ഒരെണ്ണം മതിയാകും, അല്ലെങ്കിൽ അത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഈ അരയ്ക്കുമ്പോൾ അതിലേക്ക് പെരിഞ്ജീരകം കൂടി ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതാണ് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ ആവശ്യാനുസരണം നിങ്ങൾക്ക് കറി എത്ര വേണോ അതിനനുസരിച്ച് അതിൻ്റെ ആ ഒരു അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് കറി ആയതുകൊണ്ട് തന്നെ അത് തണുക്കുമ്പോൾ നന്നായിട്ട് തന്നെ അത് കട്ടിയായി വരും. അപ്പോൾ നിങ്ങൾ എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് തന്നെ അതൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഒരുപാടങ്ങ് തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താലും മതിയാകും. ആ ഒരു ടൈമിൽ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള താളിപ്പ് റെഡിയാക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. അത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു കളറും ഒരു ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നല്ല ഭംഗിയായിട്ടൊക്കെ കറി ഒന്ന് പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതിയാകും കേട്ടോ. ഒരല്പം ലാസ്റ്റിൽ കടുക് വറുക്കുമ്പോൾ അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയൊക്കെ ചേർക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പവും റെഡി ആയിട്ടുണ്ട്. എല്ലാ പേരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് അപ്പവും നല്ല ഈസി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ കുറുമയും ആണ്. അപ്പോൾ എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ചുള്ള കമൻ്റ് ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ. അതോടൊപ്പം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.